ബോസ് വീടിനുള്ളിൽ എല്ലാവരും ഭയങ്കര മൈൻഡ് ഗെയിമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രവൃത്തിയിലിട്ടൊന്നും കാണാനില്ല. ഭയങ്കര മൈൻഡ് ഗെയിമാണ് എല്ലാവരും. ഭയങ്കരമായ ചിന്താഗതികളും ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതും ഒക്കെയാണ് അവിടെ ഭയങ്കര പറച്ചിൽ. അല്ലെങ്കിൽ അവർ കൂട്ടം കൂടിയിരുന്ന് ഓരോ സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നത് അതാണ്. പക്ഷെ നെക്സ്റ്റ് വീക്ക് ആര് പോകും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഈ ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നവരിൽ ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല. ഇപ്പൊ അവിടെ സിജോയും നമ്മുടെ സായിയും ശരണിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ലൈവില്. അവരോട് സംസാരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ പവർ റൂമിൽ കയറണം, ആരൊക്കെ പുറത്ത് നിൽക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഗെയിം എന്ന് പറയുന്നത്. അക്കൂട്ടത്തിൽ അവർ ചോദിക്കുന്നുണ്ട് ഈ വീക്ക് ആരായിരിക്കും പുറത്തു പോവുക എന്നുള്ളത്. പക്ഷെ ചിലരുടെ കൺസെപ്റ്റിലെ അവിടെ അൻസിബ പോവും എന്നാണ്. പക്ഷെ അവിടെ സായി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അൻസിബ പോവും എന്നുള്ളത്. എന്റെ മനസ്സിലേക്ക് എത്തുന്നത് അഭിഷേകാണ് എന്ന് പറയുന്നുണ്ട്. അഭി പോവും എന്നാണ് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് സായി പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഇവർ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ആൾക്കാരെ പവർ റൂമിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. ഇവർക്ക് വേണ്ടപ്പെട്ടവരെ ഇവർ പവർ റൂമിലേക്ക് കയറ്റി വിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പുറത്ത് പോവണ്ട എന്ന് കരുതുന്ന കുറച്ച് പേരെ പവർ റൂമിലേക്ക് കയറ്റിവിട്ട് ഒരു 7-8 പേരെ മാത്രം പുറത്ത് നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ 7-8 പേരെ പുറത്ത് നിർത്തി കഴിഞ്ഞാൽ 3 റൂമുകളിൽ 3-3 6 ഒരു റൂമിൽ 2 അങ്ങനെ 8 പേരെ പുറത്ത് നിർത്തുക. ഈ 8 പേരെ വെച്ച് നോമിനേഷനിൽ കൊണ്ടുവന്ന് അവരെല്ലാം പുറത്താക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഇപ്പൊ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. പലരും ആരൊക്കെ നോമിനേഷനിൽ ഇടണം, ആരെയൊക്കെ പവർ റൂമിൽ കയറ്റണമെന്ന് ചിലർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവർ ആരൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. ഇവർക്ക് ഈ ആഴ്ച ഇവിടെ അഭിഷേക് പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ആരൊക്കെ എങ്ങനെയൊക്കെ തരംതിരിക്കണം എന്നുള്ളതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതില് അർജുനെയും ശ്രീധുവിനെയും കുറിച്ച് അവർ ഈ കൂട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. അർജുവിന്റെയും ശ്രീധുവിന്റെയും കോംബോയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിജോയ്ക്കാണെന്നുണ്ടെങ്കിലും സായിക്കാണെന്നുണ്ടെങ്കിലും ഇവരുടെ കോംബോ പുറത്ത് വമ്പൻ ഹിറ്റാണെന്നുള്ള കാര്യം അറിയാം. സിജോ പോയി വന്നതിന് ശേഷം അവരുടെ ഇടയിലേക്ക് കോംബോ സൃഷ്ടിക്കാനായിട്ട് സിജോ പോയിട്ടില്ല. അത് സിജോ ഭയങ്കര മാനിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ സിജോയ്ക്ക് അവിടെ ഒരു അടി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഇവരുടെ ഇടയിലേക്ക് കയറി ചെന്നുകൊണ്ട്. പക്ഷേ സിജോ അവരുടെ ഇടയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സിജോ തന്നെ പറയുന്നുണ്ട് ആ ഒരു കോംബോ അങ്ങനെ ഓടിക്കോട്ടെ, അത് നല്ലതാണ്, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളതാണ്, നല്ലൊരു കോംബോ ആണ്, അതങ്ങനെ ഓടിക്കോട്ടെ, നമുക്കത് ശല്യം ചെയ്യേണ്ട, നമ്മളെ അത് ബാധിക്കില്ല എന്നവിടെ സിജോ പറയുന്നുണ്ട് അർജുന്റെയും ശ്രീധുവിന്റെയും കോംബോയെ കുറിച്ച്. അപ്പോൾ ശരണി ചോദിക്കുന്നുണ്ട് ഇത്രയ്ക്കും ഹിറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ സായി പറയുന്നുണ്ട് ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാവുമെന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ മറ്റൊരു കോംബോ ഇവിടെ ചീഞ്ഞ് നാറി കിടക്കുന്നത് കൊണ്ട് ഈ ഒരു കോംബോയ്ക്ക് ഭയങ്കര റീച്ചാണെന്നാണ് സായി പറയുന്നത്. ഒരു ചെറിയ സീനോ കട്ടിങ്ങോ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആളുകൾ, അത് വെച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും ഹിറ്റാണെന്ന് പറയുന്നുണ്ട്. ശരണിക്ക് സത്യത്തിൽ നല്ല കുശുമ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ശരണ്യ കുഴപ്പമില്ലേ നമ്മുടെ പിള്ളേരല്ലേ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരണ്യ ആ കലിപ്പ് മുഴുവൻ ശ്രീധുവിന്റെ അടുത്ത് ഇടയ്ക്ക് തീർക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് അവരവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. പവർ റൂമിലേക്ക് ആരൊക്കെ കയറണം, ആരൊക്കെ പുറത്ത് നിൽക്കണം, ആരൊക്കെ പുറത്താക്കണം എന്നൊക്കെയുള്ള ഗംഭീരമായ ചർച്ചകളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ ഗ്രൂപ്പായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.